أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل متعنا هؤلاء وآباءهم حتى طال عليهم العمر. بل متعنا هؤلاء وآباءهم حتى طال عليهم العمر. أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون. قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1040 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 44, 45, 46 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ. അഫലാ യറൗന അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ അഫഹുമുൽ ഗാലിബൂൻ. قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 44 മുതൽ 46 വരെയുള്ള ആയത്തുകളാണ് കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യത്തോട് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ ശത്രുതയോടുകൂടി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സത്യനിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു തദ്കിറത്തായിട്ട് സൂറത്തുൽ അംബിയയിലെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഉൾപ്പെടെയുള്ള ആയാത്തുകൾ അവതരിക്കുന്നത്. പ്രവാചകന്മാരെ അവർ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ നൽകുന്ന താക്കീതുകളെ നിസ്സാരമായി കണ്ടുകൊണ്ട് പരിഹസിക്കുന്ന ഒരു രീതിയാണ് ഈ പ്രബോധിത സമൂഹത്തിലെ ആളുകൾ പൊതുവെ സ്വീകരിക്കുകയുണ്ടായത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം അനുഭവമല്ല. എല്ലാ പ്രവാചകന്മാരും സമാനമായ ഒരു തിരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും പരിഹാസത്തിന് ഇരയായിട്ടുണ്ട്. എന്നാൽ വൈകാതെ തന്നെ അവരൊക്കെയും പരിഹസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവരുടെ മേൽ തന്നെ അവരെ ബാധിക്കുന്ന വിധത്തിൽ വന്ന് പതിക്കുന്ന
ഒരു അനുഭവമാണ് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. രാത്രിയായാലും പകലായാലും കാരുണ്യവാനായ റബ്ബ് അവരുടെ മേൽ നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തില് ആരാണ് അവരെ രക്ഷപ്പെടുത്താനുണ്ടാവുക എന്ന് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ അതിനെക്കുറിച്ച് ആ ഒരു വസ്തുത ഒരാളും തന്നെ അവരെ രക്ഷപ്പെടുത്താനും ഉണ്ടാവുകയില്ല എന്നിരിക്കെ തന്നെ പ്രവാചകന്മാർ അവർക്ക് നൽകുന്ന താക്കീതുകളും ഉത്ബോധനവും ഒന്നും ചെവിക്കൊള്ളാൻ അവര് സന്നദ്ധരാവുന്നില്ല എന്നതാണ് വസ്തുത. അവര് ആരാധിക്കുകയും ഏറ്റിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ ആലിഹത്തുകൾ, അള്ളാഹുവിന് പുറമെ അവര് സ്വീകരിച്ചിട്ടുള്ള ആലിഹത്തുകൾ, അതൊന്നും തന്നെ അവരുടെ സ്വന്തം കാര്യത്തിൽ വരെ ഒന്നും ചെയ്യാൻ കഴിയുന്നവ അല്ല. അവരുടെ സംരക്ഷണം പോലും സാധിക്കാത്തവരാണ് അവർ. മാത്രവുമല്ല, ഒരു വിധത്തിലുള്ള സഹായവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് ലഭിക്കുകയും ഇല്ല. അത്രയും നിസ്സഹായരാണ് അവര് അള്ളാഹുവിന് പുറമെ സ്വീകരിച്ചിരിക്കുന്ന ആലിഹത്തുകൾ. മനുഷ്യനൊരു പ്രതിസന്ധിയിൽ ചെന്നപ്പെടുമ്പോ എന്തെങ്കിലും സഹായം ചെയ്യാൻ അഭൗമമായ അല്ലെങ്കിൽ അസാധാരണമായ വിധത്തിലൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവരെല്ലാവരൊന്നും തന്നെ. എന്നാൽ ഈ ആളുകൾ എന്നിട്ടും എന്തുകൊണ്ട് ഈ അബദ്ധങ്ങളുടെ പുറകെ ആ അബദ്ധജടിലമായ ആശയങ്ങളും ദർശനങ്ങളും ഒക്കെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അതിന് ഇവിടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ഒരു മറുപടി നൽകുകയാണ്. നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് എന്തുകൊണ്ട് അവര് ഈ വിധത്തില് അവരുടെ അവിശ്വാസത്തിലും തിരസ്കാരത്തിലും ഒക്കെ ആയിട്ട് കഴിയുന്നു എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും. ഇവിടുന്നാണ് തുടങ്ങുന്നത്. ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും. ഈ ആളുകളും അതുപോലെ ഇവരുടെ പ്രപിതാക്കന്മാരും ഒക്കെ അവർക്ക് നാം അവരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള ജീവിത വിഭവങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട അവരുടെ ജീവിതം ആശ്വാസകരമായി തോന്നുന്ന, കംഫർട്ടബിൾ ആയിട്ട് അനുഭവപ്പെടുന്ന, അതിന് കാരണമാകുന്ന വിധത്തിലുള്ള വിഭവങ്ങൾ, മത്താഴുകൾ നാം നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. ജീവിതത്തില് ആളുകൾക്ക് വലിയ ഒരു ആശ്വാസം അനുഭവപ്പെടുന്ന വിധത്തിലുള്ള വിഭവങ്ങൾ. പലപ്പോഴും ആളുകൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികൾ വിഭവശൂന്യത കൊണ്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കപ്പെടുക. പണമില്ല, ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഇല്ലാതിരിക്കുക, നല്ല വീടില്ലാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കാണാൻ കഴിയും. പക്ഷെ ഈ ആളുകൾക്ക് അങ്ങനെയുള്ള സാധ്യതകൾ, ഐശ്വര്യമൊക്കെ അള്ളാഹു നൽകുകയുണ്ടായിട്ടുണ്ട്. അവർക്ക് ഭൂമുഖത്ത് വളരെ കംഫർട്ടബിൾ ആയി ജീവിക്കാൻ വേണ്ട മത്താഴ് നാം നൽകുകയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വൽ മത്താഅനാ ഹഉലാഇ, അവർക്ക് മാത്രമല്ല തലമുറകൾ തന്നെ അത്തരം ഐശ്വര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സുഭിക്ഷതയിലും ക്ഷേമത്തിലുമൊക്കെ കഴിയാൻ ഉതകുന്ന വിധത്തിലുള്ള വിഭവങ്ങൾ നാം അവർക്ക് നൽകിയിട്ടുണ്ട്. ഹഉലാഇ വആബാഅഹും, ഇവരും ഇവരുടെ പ്രപിതാക്കന്മാരും. അബ എന്ന് പറയുന്നത് പല തലമുറകളാണ്. വാപ്പ മാത്രമല്ല, വാപ്പായുടെ വാപ്പായും വാപ്പായുടെ വാപ്പായുടെ വാപ്പായും ഒക്കെ അടങ്ങുന്ന തലമുറകളോളം അവർക്ക് സുഭിക്ഷതയിലും ക്ഷേമത്തിലും കഴിയാൻ വേണ്ട വിഭവങ്ങൾ നാം അവർക്ക്
നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് എന്താണ്, അവരുടെ പ്രതികരണം എന്താണ് എന്നതാണ് ഇവിടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം. അതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഹത്താ തോല അലൈഹിമുൽ ഉമർ. കാലം അങ്ങനെ നീണ്ടുപോയി. അവർക്ക് ആയുസും അവർക്ക് വലിയ സ്വാധീനമുണ്ടാക്കാനൊക്കെ കഴിയുന്ന അവരുടെ ആ കാലം അതങ്ങനെ നീണ്ടതായി അനുഭവപ്പെട്ടു. അപ്പൊ തോല അലൈഹിമുൽ ഉമർ. ഉമർ എന്ന് പറഞ്ഞ പ്രായമാണ്. പ്രായം എന്നത് ഇവിടെ ഒരു വളരെ വൈകായിട്ടുള്ള ഒരു പ്രയോഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ ആയുസ് എങ്ങനെ നീണ്ടുപോയി എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അവർക്ക് സ്വാധീനവും ശക്തിയും പ്രതാപവും ഒക്കെ കാണിക്കാൻ കഴിഞ്ഞിരുന്ന അവരുടെ ആ കാലം, അവരുടെ റെയിൻ, അവരുടെ ആ സ്വാധീനത്തിന്റെയും അവരടക്കി വാണിരുന്ന ആ കാലം അത് അങ്ങനെ നീണ്ടുപോയി. സ്വാഭാവികമായും അവരിൽ ഉണ്ടാകുന്ന ഒരു ധാരണ, ഇതൊക്കെ ഉണ്ടാകാനുള്ള പ്രിവിലേജ് ഉള്ളവരാണ് ഞങ്ങൾ എന്നതാണ്. ഞങ്ങൾ പണ്ടേ വലിയ തറവാട്ടുകാരാണ്, വലിയ പ്രതാപം ഉണ്ടായിരുന്ന ആളുകളാണ്, ധാരാളം ഭൂസ്വത്തും അതുപോലെ പ്രകൃതി വിഭവങ്ങളും ഒക്കെ സ്വന്തമായി കിട്ടിക്കൊണ്ടിരുന്ന വലിയ അവസ്ഥയും ചുറ്റുപാടും ഒക്കെയുള്ള ആളുകളാണ് എന്നൊരു ധാരണ. അത് ആർക്കും അങ്ങനെ എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കാനൊന്നും പറ്റാത്ത വിധത്തിൽ അതൊക്കെ ഞങ്ങളുടെ സ്വന്തമായി ഞങ്ങളുടെ നിയന്ത്രണത്തില് ഞങ്ങളുടേതായിട്ടുണ്ടായിരുന്നതാണ് എന്നാണ് അവര് ധരിച്ചു വെക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളായിരുന്നു. അങ്ങനെ തന്നെയാണ് അള്ളാഹു ഉപയോഗിക്കുന്നത് ഇവിടെ ആ പ്രയോഗം. ബൽ മത്താഅന ഹഉലാഇ വആബാഅഹും. ഇവരെയും ഇവരുടെ പൂർവ്വപിതാക്കളെയും നാം ജീവിത വിഭവങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് സുഭിക്ഷതയും ക്ഷേമവും ഒക്കെ നൽകിയുണ്ടായി. ഇത് അള്ളാഹു നൽകിയതാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു ചില കാര്യങ്ങളൊക്കെ അതിലൂടെ ലക്ഷ്യമിടുന്നുമുണ്ട്. എന്നാൽ ഈ ആളുകൾ ധരിച്ചു വശായത് ഞങ്ങള് ഈ തറവാട്ടുകാരായതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ സംഘത്തിൽ പെട്ടവരായതുകൊണ്ട് അതൊക്കെ പണ്ടേ നമുക്കുള്ളതാണ്. ആ ഭൂസ്വത്തുക്കളും അങ്ങനെ വലിയ ആൾക്കാരുടെ ഇടയിലുള്ള സ്വാധീനവും അങ്ങനെ പലതും. അപ്പൊ ഇതൊക്കെ തന്നെ അത്തരം മറ്റുള്ള ആളുകൾക്ക് നൽകപ്പെട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അത്തരം മേന്മ കാണിക്കാൻ അല്ലെങ്കിൽ ഒരു നിഗളിപ്പ് കാണിക്കാനൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന വിധത്തിലുള്ള വിഭവങ്ങള്, സാധ്യതകള്, അതൊക്കെ ഞങ്ങളുടെ പ്രിവിലേജ് ആയിരുന്നു. ഞങ്ങൾക്ക് പണ്ട് മുതലേ ഞങ്ങൾ ഇന്ന വിഭാഗക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ് എന്ന നിലക്കാണ് അവരതിനെക്കുറിച്ച് ധരിച്ചു വശാവുന്നത്. അള്ളാഹു നൽകിയതാണ് എന്ന തിരിച്ചറിവോടുകൂടി എളിമയും വിനയവും ഉള്ളവരായി മാറുകയല്ല, മറിച്ച് ഇതൊക്കെ പണ്ടേ ഞങ്ങള് പൂർവികരിൽ നിന്ന് പൈതൃകമായി കൈവശം വന്നിട്ടുള്ള വലിയ ഞങ്ങളുടെ കയ്യിലിരിപ്പാണ്, ഞങ്ങളുടെ സ്വത്തും ഐശ്വര്യവും സമ്പത്തും ഒക്കെയാണ് എന്നുള്ള നിലക്കാണ് അവരുടെ നിലപാടുണ്ടാവുന്നത്. അത് എത്രത്തോളം ആയുസും അവരുടെ കാലവും ഒക്കെ അങ്ങനെ നീണ്ടുപോകുന്ന, അതില് ഒരുതരം അഭിരമിക്കൽ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയില് കാര്യങ്ങൾ അങ്ങനെ പോവുകയാണ്. അപ്പൊ വിഭവശൂന്യത അനുഭവപ്പെടുമ്പോൾ എന്തെങ്കിലും പോരായികയും ഇല്ലായികയും അല്ലായികയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ആയുസ് ഒരു പക്ഷെ ചുരുങ്ങിപ്പോകുന്നത്, ചെറുതായിരുന്നെങ്കിൽ എന്നൊക്കെ പലരും മോഹിക്കുന്നുണ്ടാവുക. കഷ്ടപ്പാടുകൾ തന്നെ ആവുമ്പോ ജീവിതം ഇത്രയൊന്നും നീണ്ടുപോകേണ്ടതുണ്ടായിരുന്നില്ല എന്നൊക്കെ കരുതുന്നവരുണ്ടാവും. പക്ഷെ ഈ ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു അവർക്ക് മതാഴ് വളരെയേറെ നൽകിയത് കാരണമായി ആയുസ് അങ്ങനെ, ജീവിതം അങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് എന്നൊരു തോന്നലാണ് അവരിൽ ഉണ്ടാവുന്നത്. ഹത്താ തോല അലൈഹിമുൽ ഉമറു. അവർക്ക് അവരുടെ ആയുസ് അങ്ങനെ നീണ്ടു കിടക്കുന്നതായിട്ടാണ്
അനുഭവപ്പെട്ടു. അഫലാ യറൗന, എന്നാൽ അള്ളാഹു അതിനെ തുറന്ന് ചോദിക്കുകയാണ്, ഇവര് കാണുന്നില്ലേ? അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഭൂമിയെ, നാടിനെ, അവരുടെ ഇടത്തിനെ നാം എല്ലാ ഭാഗങ്ങളിലുമായിട്ട് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യം അള്ളാഹു ചോദിക്കുന്ന അതാണ്. അവരുടെ സ്വാധീനമുള്ള ഇടങ്ങൾ, അവരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി, അവരുടെ കൈവശത്തിലുള്ള ഭൂസ്വത്തുക്കൾ, ഇങ്ങനെയൊക്കെ അതിനെ നോക്കിക്കാണാം. അതൊക്കെ തന്നെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നുണ്ട് നാം എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നില്ലേ, അവരറിയുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അവരുടെ കൈവശത്തില്, അവരുടെ നിയന്ത്രണത്തിലുള്ള, അവരുടെ കൈകാര്യകർത്തൃത്വത്തിലുള്ള ഭൂപ്രദേശം, അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങൾ, ഇത് നാം ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്ന കാര്യം അവർ അറിയുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. അവർ കരുതുന്നത് അവർക്കായി അവരുടെ ഇച്ഛ അനുസരിച്ച് കൈകാര്യം ചെയ്യാവുന്ന വലിയ ഭൂസ്വത്തുക്കളും അല്ലെങ്കിൽ വലിയ പ്രദേശം തന്നെയും, അതുപോലെ അതില് സമൃദ്ധമായി വിഭവങ്ങൾ ലഭ്യമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയും, ഇതൊക്കെ അവരായതുകൊണ്ട് അവർക്ക് കിട്ടിയതാണ്, അതിന് അർഹതയുള്ളവരും അതിന്റെ അവകാശികളും ഒക്കെയാണ് അവര് എന്ന് ധരിച്ചു വശായിട്ടാണ് അവരങ്ങനെ ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ, ജീവിതം അങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുന്നതാണ് എന്നൊരു ധാരണയിൽ അവര് അങ്ങനെ കഴിയുന്നവരായി മാറിയത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവസ്ഥ എന്നത് അവർ മനസ്സിലാക്കുന്നില്ല. അഫലാ യറൗന, അവരുടെ അവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ അത്ര അവർ കരുതുന്ന പോലെ വളരെ സുഭിക്ഷതയുള്ളതോ സുരക്ഷിതമായതോ ഒന്നുമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവരുടെ ഇടം എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി അള്ളാഹു ചുരുക്കി 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 കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഭൗതികാർത്ഥത്തില് അവരുടെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലുമുള്ള, അവരുടെ കൈകാര്യകർത്തൃത്വത്തിലുള്ള അവരുടെ വിഭവങ്ങളും അവരുടെ ഭൂസ്വത്തുക്കളും അതുപോലെയുള്ളതൊക്കെ ആയിട്ട് കാണാം. അല്ലെങ്കിൽ അവരുടെ ഭൂപ്രദേശം, അവരുടെ നിയന്ത്രണത്തിലുള്ള നാട്, ഇത് പക്ഷേ ആ സ്വാധീന വലയത്തിലുള്ള ഭൂപ്രദേശം ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. യഥാർത്ഥത്തിൽ അവരുടെ അധികാരവും അതുപോലെ കഴിവുകളും നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളും ഒക്കെ അതിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്ന കാര്യം അവര് മനസ്സിലാക്കാതെ പോകുന്നുവോ എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. സത്യനിഷേധികളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂപ്രദേശം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം തുടങ്ങി വർഷങ്ങൾ പിന്നിടുന്നതോടുകൂടി അവരുടെ സ്വാധീന മേഖലകൾ കുറഞ്ഞു വരികയും അവര് അധിവസിച്ചിരുന്ന ഭൂപ്രദേശം തന്നെ പൂർണ്ണമായിട്ടും ഇസ്ലാമിന് കീഴടങ്ങുകയൊക്കെ ചെയ്യുകയാണ്. നേരത്തെ ഖുറൈശി പ്രമുഖന്മാരുടെ നിയന്ത്രണത്തിലോ അവര് പറയുന്ന വിധത്തിലോ ഒക്കെ നിലനിന്നിരുന്ന പല സമൂഹങ്ങളും ചുറ്റുപാടുമുള്ള പല ഗോത്രങ്ങളും അവരുടെ ഭൂപ്രദേശങ്ങളും നാടുകളും ഒക്കെ തന്നെ ഇന്ന് ഖുറൈശി പ്രമുഖന്മാരുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കുന്ന ഒരു സ്വഭാവത്തില് അല്ല പൂർണ്ണമായിട്ടും. അതിനിളക്കം പറ്റുന്നുണ്ട്. പല പ്രദേശങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിന് സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. പലരും അത് കേൾക്കാനും അറിയാനും പഠിക്കാനും ഒക്കെയായി നാട്ടിന്റെയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുടെയും ഒക്കെ അകലെ നിന്നും അരികെ നിന്നും ഒക്കെ ആയിട്ട് ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ സ്വാധീന മേഖല അവരുടെ നിയന്ത്രണത്തിലുള്ളത് ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അത് അതിന്റെ ക്ലൈമാക്റ്റിക് പോയിന്റിൽ എത്തുമ്പോ പൂർണ്ണമായിട്ടും അവർക്ക് നഷ്ടപ്പെട്ടതായി മാറും എന്ന ഒരു സൂചനയാണ് ഇതിൽ നൽകുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പൊ അവര് മനസ്സിലാക്കുന്നില്ലേ, ഭൂമിയെ അല്ലെങ്കിൽ നാടിനെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നാം ചുരുക്കി കൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യം. അവരുടെ നിയന്ത്രണത്തിലുള്ള, അവർക്ക് കൽപ്പന അധികാരമൊക്കെയുള്ള പ്രദേശം
നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അള്ളാഹു ആ നിലക്കാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വസ്തുത. അവരുടെ സുഭിക്ഷതയും ക്ഷേമവും ഒക്കെ കണ്ടുകൊണ്ട് അവർ കരുതുന്നത്, ഇപ്പൊ മക്കയില് ഷുഐബ് അബി താലിബില് ബഹിഷ്കരണവും ഉപരോധവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന് ആ വിധത്തിൽ കഴിഞ്ഞിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിരുന്ന സമയത്ത് സത്യനിഷേധികളായ മക്കയിലെ ഖുറൈശി നേതാക്കന്മാരും മുശ്രിക്ക് സമൂഹത്തിന്റെ മേധാവിത്വം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ കയ്യിലായിരുന്നു സകല സംഗതികളുടെയും നിയന്ത്രണം എന്നാണ് സങ്കല്പിച്ചിരുന്നത്. എക്കാലത്തും ആ നിയന്ത്രണവും അത്തരം വിഭവ സാധ്യതകളും അധികാരവും കരുത്തും സ്വാധീനവും ഒക്കെ തങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അതങ്ങനെ നീണ്ടു നീണ്ടു കിടക്കും. അത് ഞങ്ങള് പ്രപിതാക്കന്മാരിൽ നിന്ന് അനന്തരം എടുത്തിട്ടുള്ള വലിയ പ്രിവിലേജസ് ആണ് എന്ന് ധരിച്ചു വശായിട്ടുണ്ടായിരുന്നു ഈ ആളുകൾ. അപ്പോ എന്നാൽ അങ്ങനെയല്ല. അഫല യറൗന അന്നാന നഅ്തിൽ-അർള നൻഖുസുഹാ മിൻ അത്റാഫിഹ. ഭൂമിയെ അതിന്റെ വിവിധ തൊറഫുകളിൽ നിന്ന്, തൊറഫ് എന്ന് പറഞ്ഞാൽ അറ്റമാണ്, അത്രാഫ് എന്നത് അതിന്റെ ബഹുവചനാണ്. വേറെയും പല സന്ദർഭങ്ങളിലും ഖുർആനിൽ ഈ വാക്ക് വരുന്നുണ്ട്. ഘട്ടം അല്ലെങ്കിൽ ഭാഗം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. ഭൂമിയെ അതിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, ഭൂപ്രദേശങ്ങളിൽ നിന്ന്, ഭാഗങ്ങളിൽ നിന്നായിട്ട് അവരുടെ സ്വാധീനത്തിലുള്ള ഭൂപ്രദേശത്തെ നാം അങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ് എന്നത് അവർ കാണുന്നില്ലേ എന്നാണ് ചോദ്യം. അഫഹുമുൽ ഗാലിബൂൻ, എന്നിട്ടും അവർ അതിജയിക്കുമെന്നാണോ? അഫഹുമുൽ ഗാലിബൂൻ, അവരുടെ നിയന്ത്രണം ഈ വിധത്തിൽ വെട്ടിച്ചുരുക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ പോലും അവർ അതിജയിക്കുമെന്നാണോ അവർ സങ്കല്പിക്കുന്നത് എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. അഫഹുമുൽ ഗാലിബൂൻ, ഗലബ എന്ന് പറഞ്ഞാൽ വിജയിക്കുക, അതിജയിക്കുക, ഡോമിനേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ഇവര് തന്നെ എല്ലാറ്റിന്റെ മേലും ആധിപത്യമുള്ളവരായിക്കൊണ്ട് വിജയിച്ച് മുന്നേറും എന്നാണോ അവർ സങ്കല്പിക്കുന്നത്? അവരുടെ നിയന്ത്രണത്തിലുള്ള ഇടം, ഭൂപ്രദേശം നാം ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയാണ്. എന്നിട്ടും ഖുൽ, പറയുക പ്രവാചകരെ, ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി, ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്, ദൈവിക വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. മുഹമ്മദ് എന്നൊരു വ്യക്തിയല്ല നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്. മുഹമ്മദ് എന്ന പ്രവാചകനാണ് നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്. പ്രവാചകൻ ദൈവിക വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ താക്കീത് നിർവഹിക്കുന്നത്. അതുകൊണ്ട് വ്യക്തതയോടുകൂടി അവരോട് പറഞ്ഞേക്കുക, ഖുൽ, പറയുക പ്രവാചകരെ, ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി, നിശ്ചയമായിട്ടും ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്. എന്നാൽ വലാ യസ്മഉ സുമ്മു അദ്ദുആ, വലാ യസ്മഉ സുമ്മു ദുആ, ബദിരര് ഇത്തരം ഉണർത്തലുകളെയും വിളിയെയും ക്ഷണത്തെയൊന്നും കേൾക്കുകയില്ല. ഇതൊരു തരം ബുദ്ധിപരമായ, മാനസികമായ, ചിന്താപരമായ ബധിരതയാണ്. അങ്ങനെ ബധിരത സംഭവിച്ചു പോയ ആളുകൾ, അവർക്ക് ചെവിയൊക്കെ കേൾക്കുന്നുണ്ടാവും, പക്ഷെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അവര് ബധിരന്മാരെ പോലെയാണ്. ചെവിയിൽ ശബ്ദം വന്ന് പതിഞ്ഞതുകൊണ്ട് കേൾക്കണം എന്നില്ലല്ലോ. അതേപോലെയാണ് ഈ അവസ്ഥയും. അവരുടെ മാനസികമായ നിലപാടുകളുടെ കാരണമായിട്ട് എത്ര ഗൗരവമുള്ള താക്കീതുകളാണ് അവരുടെ കാതുകളിൽ വന്ന് പതിക്കുന്നതെങ്കിലും അത് കേൾക്കുന്നതിന്റെ യാതൊരു പ്രയോജനവും അവർക്കുണ്ടാകുന്നില്ല. ബധിരന്മാരെ ഈ ഉത്ബോധനമൊന്നും കേൾപ്പിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. വലാ യസ്മഉ സുമ്മു ദുആ, ദുആ, ഈ വിളി നമ്മൾ പലയിടത്തും ഖുർആനിലായി കണ്ടിട്ടുണ്ടാവും. സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി ഫആമന്ന എന്നൊക്കെയുള്ള പ്രയോഗം. ഒരു വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഒരു അനൗൺസ് ചെയ്തുകൊണ്ട് ഒരാള് സത്യമാർഗത്തിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ട്, ക്ഷണിച്ചുകൊണ്ട്, ഒരു മുനാദി അത് വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അതിൽ വിശ്വാസം ഉൾക്കൊണ്ടു എന്ന്
പറയുന്നത്. അത് ആളുകള്, തെളിമയോടെയുള്ള മനസ്സുള്ള ആളുകള് അവരിലേക്ക് സത്യം കേൾപ്പിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരു നിലപാട് വെളിപ്പെടുത്തുന്ന ഒരു വിവരണമാണത്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവര് സത്യം അറിയുക എന്നത് മാത്രമാണ്, സത്യം കേൾക്കാൻ ഇടയാവുക എന്നത് മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്ന തടസ്സം. അപ്പൊ അള്ളാഹുവിന്റെ ദൂതൻ സത്യമാർഗത്തിലേക്കുള്ള ആ ക്ഷണം നടത്തുന്നത് കേൾക്കാനിടയാകുന്നതോടുകൂടി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൂതന്റെ ശബ്ദം മറ്റുള്ളവര് അവരിലേക്ക് എത്തിക്കുന്നതോടുകൂടി അവര് അത് സ്വീകരിക്കാൻ, അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരായിട്ട് രംഗത്ത് വരുന്നു. എന്നാൽ ഈ ആളുകള് എത്ര തന്നെ അവരുടെ കാതുകളിലേക്ക് ഈ ദിക്ർ അല്ലെങ്കിൽ ഈ ഓർമ്മപ്പെടുത്തൽ, ഇൻദാറ്, ഈ താക്കീത് ഒക്കെ എത്തിച്ചു കഴിഞ്ഞാലും അവരത് കേൾക്കുകയില്ല. ഇദാമായുൻദറൂൻ, അവര് ഇൻദാറ് നൽകപ്പെടുന്നവരായിരിക്കെ, താക്കീത്, മുന്നറിയിപ്പ് ഒക്കെ നൽകപ്പെടുന്നവരായിരിക്കെ അത് അവരുടെ കാതുകളിൽ വന്ന് പതിക്കുന്നുണ്ടാവും. നിരന്തരം പലതവണ അവർക്കത് കേൾക്കാനൊക്കെ അവസരം ഉണ്ടാകുന്നുണ്ടാവും. പക്ഷെ അവരത് കേൾക്കില്ല. കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ചെവിയിൽ ശബ്ദം പതിയൂല എന്നല്ല, അവർക്കത് ഉൾക്കൊള്ളാനോ അത് സ്വീകരിക്കാനോ ഉള്ള മാനസികമായ സന്നദ്ധത ഉണ്ടാവുകയില്ല. ഇതാണ് അവരുടെ അവസ്ഥ. വല ഇൻ മസ്സതുഹും നഫ്ഹത്തുൻ, അപ്പൊ ഇവര് ഇതൊന്നും, ഈ ഉത്ബോധനം, തദ്കിറത്തിനെ കേൾക്കാൻ സന്നദ്ധതയില്ല, ഉൾക്കൊള്ളാൻ സന്നദ്ധതയില്ലാതെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന വിഭവങ്ങളുടെ പേരിലുള്ള ഒരുതരം അഹന്തയിലാണ്. ഞങ്ങള് തലമുറകളായിട്ട് തന്നെ അനുഭവിച്ചു വരുന്ന ഭൂസ്വത്തുക്കളും വിഭവങ്ങളും ഒക്കെയാണിത്, ഞങ്ങൾ പണ്ടേ വലിയ അധികാരവും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള വർത്തമാനത്തില് ഇതെങ്ങനെയാണ് പണ്ടേ ഞങ്ങൾക്ക് അത് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് അവർ ആലോചിക്കില്ല. അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നതാണ് ഓരോ കാര്യവും എന്നത് മനസ്സിലാക്കാതെ അത് തങ്ങളായതുകൊണ്ട് തങ്ങൾക്കുണ്ടായതാണ് എന്നൊരു ധാരണയിലാണ് അവർ കഴിയുന്നത്. എന്നിട്ട് അവര് ഒരു ഉത്ബോധനത്തിനും ചെവി കൊടുക്കാത്തവരായിട്ട് ബദരന്മാരെ പോലെ കഴിയും. എന്നാൽ ഇങ്ങനെയൊക്കെ വലിയ വമ്പത്തരൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിപ്പാണെങ്കിലും ചെറിയൊരു കാറ്റടിച്ചാൽ മതി. വലഇൻ മസ്സത്തുഹും നഫഹത്തുൻ, നമ്മളൊന്ന് ശ്വാസം അയക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ചെറിയ ഇളക്കം, വായുവിൽ, അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ, ചില തരംഗങ്ങൾ, അത്രയും നിസ്സാരമായതിനാണ് നഫഹത്ത് എന്ന് പറയാം. അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് ഒരു നഫഹത്ത് പോലെയുള്ള ഒരു ശിക്ഷ അവർക്ക് വന്നാൽ, അത് അവരെ സ്പർശിച്ചാൽ, എന്ന് പറഞ്ഞ നരകം ഒരു വലിയ ആളിക്കത്തുന്ന തീയുള്ള, അഗ്നിയുള്ള ഒരു ഒരു കുഴിയാണ് എന്ന് സങ്കല്പിച്ചു. അതിന്റെ അടപ്പങ്ങ് തുറന്നു വെച്ചാൽ പെട്ടെന്ന് അതിന്റെ പുറത്തേക്ക് അതിന്റെ ഒരു തരംഗം അങ്ങ് വന്നു എന്ന് വെക്കുക. അത് നരകശിക്ഷയൊന്നുമല്ല, അത് വെറും അതിന്റെ ഒരു കാറ്റ് ഒന്ന് തട്ടല് മാത്രമാണ്. അത്രയും നിസ്സാരമായ ഒരു സംഗതി ഉണ്ടായി. എന്നാൽ എങ്കിൽ പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഒരു നഫഹത്ത്, സ്പർശിക്കുന്ന അനുഭവം, ഒരു ശിക്ഷയുടെ ഒരു തരിമ്പ്, ഒരു നേരിയ ഒരു കാറ്റടിച്ച് എന്ന് വെക്കുക. എന്നാൽ തന്നെയും മിനഅദാബി റബ്ബിക ലയഖൂലുന്ന, അവര് പറയുക ഇങ്ങനെയാണ്, ദൈവിക ശിക്ഷയുടെ ഒരു നേർത്ത ഒരു സ്പർശനം ഉണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശിക്ഷയുടെ ഒരു കാറ്റ് വീശി അവരുടെ നേരെ, എങ്കിൽ പോലും ലയഖൂലുന്ന, അവര് പറയുക, യാ വൈലന, കഷ്ടം, ഞങ്ങളുടെ നാശം, ഞങ്ങളുടെ ദൗർഭാഗ്യം എന്നൊക്കെയാണ് അവർ പറയുക. ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ വല്ലാത്ത അതിക്രമികളായി, കുറ്റവാളികളായി പോയി എന്ന് വിലപിക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടാവുക. ഇപ്പൊ കാണിക്കുന്ന ഈ തന്റെ ഇടവും ആർജവും തലയെടുപ്പും ഒന്നും അന്നേരം ഉണ്ടാവില്ല. ശിക്ഷയുടെ, ദൈവിക നടപടിയുടെ ഒരു ചെറിയൊരു കാറ്റടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ശ്വാസം അയച്ച് കാറ്റ് മേല് തട്ടിയാൽ മതി, അതുപോലും അവരുടെ സകല ദൗർബല്യങ്ങളെയും
വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഇങ്ങനെ ആർത്ത് കരയുന്നവരാക്കി മാറ്റും. അവര് പറയുക യാ വൈലന, കഷ്ടം, നാശം, അല്ലെങ്കിൽ ഞങ്ങളുടെ മഹാദൗർഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ വലിയ അതിക്രമികളായി പോയി, കുറ്റവാളികളായി പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരായിട്ട് മാറും. എന്നാൽ ഇപ്പോ കാണിക്കുന്ന ഈ നിഗളിപ്പും ഇപ്പോ അവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധാർഷ്ട്യവും ഒക്കെ എവിടെ പോയി? തലമുറകളായിട്ട് ഞങ്ങൾ വലിയ പ്രതാപം ഉണ്ടായിരുന്ന, വലിയ ഐശ്വര്യം ഉണ്ടായിരുന്ന, തറവാട്ടുവക വലിയ സ്വത്തൊക്കെ ഉണ്ടായിരുന്ന കൂട്ടരാണ് എന്നുള്ള വർത്താനം തലമുറകളായിട്ട് ഞങ്ങളാണ് ഈ നാട്ടിലെ അധികാരികള്, ഭരണം കൈയാളിയിരുന്നവര്, ഞങ്ങള് പ്രപിതാക്കന്മാര് മുതലേ ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങളുടെ ഒക്കെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകള്, അത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന വിഭവങ്ങള് ഒരു പരീക്ഷണമായിരുന്നു എന്നത് തിരിച്ചറിയാതെ അത് തങ്ങളുടെ മികവാണ് എന്ന ധാരണയില് കഴിഞ്ഞുകൂടിയിരുന്ന ആളുകള് അള്ളാഹുവിന്റെ നടപടിയുടെ ഒരു ചെറിയ കാറ്റേറ്റും എന്ന് വെക്കുക, ചെറിയൊരു സ്പർശനം ഉണ്ടായി, അള്ളാഹു അവർക്കെതിരിലൊരു ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിന്റെ അടയാളപ്പെടുത്തലായിക്കൊണ്ട് ഒരു കാറ്റ് വീശി അവർക്കെതിരിൽ. എന്നാൽ പോലും വളരെ ലളിതമായ, വളരെ ലൈറ്റായ ഒരു ശിക്ഷയുടെ അനുഭവം അവരെ സ്പർശിച്ചു എന്ന് വെക്കുക. അപ്പോഴേക്കും അവര് ഏറ്റവും വലിയ ദൗർബല്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറയും ഇങ്ങനെയാണ്, കഷ്ടം, മഹാഭാഗ്യദോഷം, ഞങ്ങള് പഴിച്ചുപോയി, ഞങ്ങള് കുറ്റവാളികളായി, തെറ്റുകാരായി, അക്രമികളായി പോയി എന്ന് വിലപിച്ചുകൊണ്ട് പറയുന്ന ഒരവസ്ഥയിലായിരിക്കും. ഇപ്പോ അവരുടെ ബുദ്ധിശൂന്യത കാരണവും അവരുടെ ബോധമില്ലായ്മ കാരണവുമാണ് അവര് ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതിരിക്കുന്നതും ഒന്നിനും ശ്രദ്ധ കൊടുക്കാൻ സന്നദ്ധരാവാതിരിക്കുന്നതും ഒക്കെ. ഇതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ അവസ്ഥ. ഏത് അധികാരവും ശക്തിയും കരുത്തും ഒക്കെ വെച്ചുകൊണ്ട് എന്ത് നിഗളിപ്പ് കാണിക്കുന്ന ഏത് കാലഘട്ടത്തിലെ ആളുകളാണെങ്കിലും അവരുടെ അവസ്ഥ ഇതാണ്. അവര് നിൽക്കുന്ന ആ വളരെ ഡെലിക്കേറ്റ് ആയ ബാലൻസിങ്ങിൽ നിന്ന് ഒരല്പം ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ അവര് പൂർണ്ണമായിട്ട് കൂപ്പുകുത്തുകയാണ്. ഒന്നിനും കഴിവില്ലാത്ത ദുർബലരായിട്ട് അങ്ങ് നിലംപതിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അവര് വിലപിച്ചുകൊണ്ട് ആർത്ത് കരയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ ഒരു നിമിഷം മുന്നേ വരെ അവരെ പോലെ അഹന്തയോടെയും ധിക്കാരത്തോടെയും അതുപോലെ ഇതൊക്കെ തങ്ങളുടെ നേട്ടമാണ് എന്ന മനോഗതിയോട് കൂടിയൊക്കെ സംസാരിച്ചിരുന്ന ആളുകൾ തന്നെ ഭൂമിയിൽ വേറെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ വിധത്തിലൊക്കെ വലിയ അഹന്ത കാണിച്ചുകൊണ്ടായിരിക്കും അവര് സംസാരിച്ചിരുന്നിട്ടുണ്ടാവുക. പക്ഷെ അള്ളാഹ് ആ അവസ്ഥയിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ അതാകെ തകിടം മറിയും. വലിയ അധികാരം ഉണ്ടായിരുന്ന ആള്, സ്വാധീനം ഉണ്ടായിരുന്ന ആള്, സമ്പത്ത് ഉണ്ടായിരുന്ന ആള് ഒന്നിനും കഴിവില്ലാത്ത ദൗർബല്യത്തിലേക്ക് കൂപ്പുകുത്തും. ആ ഘട്ടത്തില് വിലപിച്ചുകൊണ്ട് യാ വൈലന, എന്തൊരു കഷ്ടം, എന്തൊരു ദുരന്തം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലാവും. ഇന്നാ കുന്നാ ളാലിമീൻ എന്ന് അവർ ഏറ്റു പറയും. ഞങ്ങള് വലിയ അക്രമികളായി പോയി, ഞങ്ങൾ വലിയ കുറ്റവാളികളായി പോയി, ഞങ്ങൾ വലിയ തെറ്റുകാരായി പോയി എന്ന് ഏറ്റു പറയുന്നവരായിട്ട് ഒരൊറ്റ ഞൊടിയിട സംഭവിക്കും അത് എന്നാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്. അപ്പൊ എത്ര ദുർബലമായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സത്യനിഷേധികൾ അവരുടെ ഈ അഹങ്കാരവും ധിക്കാരവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അവരുടെ ഇടം തന്നെ, അവരുടെ ഭൂമി തന്നെ, അവരുടെ നാട് തന്നെ നാനാഭാഗത്തു നിന്നുമായിട്ട് ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അവരുടെ അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും നിയന്ത്രണത്തിന്റെയും വൃത്തം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നത് പോലും അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലല്ലോ എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു 2 ചോദ്യങ്ങൾ ഇവിടെ വന്നതുണ്ടായിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് അതിനൊരു പ്രതികരണം നൽകാം. ഒന്ന്, ഇത് SK എന്ന പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കോവിഡ് കാലത്ത് വാക്സിൻ ഉണ്ടാക്കി മനുഷ്യരല്ലേ ആ മഹാമാരിയെ തടഞ്ഞത് എന്നതാണ് ഒരു ചോദ്യം. അതിനോട് അനുബന്ധമായിട്ട് മനുഷ്യർ നിസ്സഹായരായി നിന്നില്ലല്ലോ. പോളിയോ, വസൂരി തുടങ്ങിയ ഭീകരമായ രോഗങ്ങൾ തുടച്ചു നീക്കുകയും മനുഷ്യർ ചെയ്തു. കരുണാമയനായ ദൈവം
അതൊക്കെ നിർവികാരനായി നിസ്സംഗനായി നോക്കി നിന്നതല്ലേ ഉള്ളൂ എന്നാണ് ചോദ്യം. ഈ SK നേരത്തെ ഉന്നയിച്ച പല ചോദ്യങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ട്. അവിടെയൊക്കെ അദ്ദേഹത്തിന് ഒരു ദൈവമൊക്കെ ഉണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ അദ്ദേഹം ബഹുത്വത്തെ പിൻപറ്റുന്ന ഒരാളായിട്ട് തോന്നിയിരുന്നു. വേറെ ചിലപ്പോഴൊക്കെ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോ ഈ ചോദ്യം ഉന്നയിച്ചതിൽ ദൈവം തന്നെ അയാളുടെ വിരോധിയായോ ശത്രുവായോ എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. എന്തായാലും അദ്ദേഹം എന്താണ്, ഏത് പ്രതലത്തിലാണ് നിൽക്കുന്നത് എന്നത് അദ്ദേഹം ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു എന്നാണ്, അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ട സമയം ഒരുപാട് വൈകിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം, കോവിഡ് കാലത്ത് വാക്സിൻ ഉണ്ടാക്കി മനുഷ്യർ അതിനെ അതിജയിച്ചില്ല എന്നുള്ളതാണ്. ആ മഹാമാരിയെ തടഞ്ഞത് മനുഷ്യനല്ലേ? അത് നമ്മൾ പ്രളയത്തിന്റെ ഒരു ഉദാഹരണം വെച്ചിട്ട് എളുപ്പത്തിൽ കാണാൻ കഴിയും. നമ്മൾ മനുഷ്യരുടെ നിഗളിപ്പ് തന്നെ അങ്ങനെയാണ്. നല്ല മഴ പെയ്ത് നാട്ടിൽ വെള്ളം പൊങ്ങി പ്രളയത്തിന്റെ ഭീകരമായ അവസ്ഥകളൊക്കെ എത്തി. എന്നിട്ട് നമ്മളെല്ലാവരും കൈകോർത്ത് പ്രളയത്തിന്റെ ദുരിതങ്ങളെ ലഘൂകരിക്കാനും അതിനെ ചുരുക്കാനും കുറയ്ക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് യോജിപ്പോടുകൂടി എല്ലാ വ്യത്യാസങ്ങളും വിഭാഗീയതയൊക്കെ മാറ്റിവെച്ച് എല്ലാവരും കൈകോർത്ത് നമ്മൾ പ്രളയത്തെ നേരിട്ടു. അപ്പോ നമ്മൾ വലിയ തലക്കെട്ട് കൊടുക്കും, കേരളം ഒറ്റക്കെട്ട് കൈകോർത്തുകൊണ്ട് പ്രളയത്തെ അതിജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ മാനത്തേക്കൊന്ന് നോക്കിയാൽ നമുക്ക് അന്ന് തന്നെ മനസ്സിലാവേണ്ടതായിരുന്നു പ്രളയത്തെ കൈകാര്യം ചെയ്തത് നമ്മളല്ല എന്നത്. നേരത്തെ പ്രളയം ഉണ്ടാവുന്നതിന് കാരണമായ വിധത്തില് 2-3 ദിവസം തുടർച്ചയായി അതിശക്തമായി മഴ കോരിച്ചൊരിഞ്ഞ സമയത്ത് നമ്മള് പ്രളയക്കെടുതിയിൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്നവരാണ്. പിന്നീട് ആകാശത്ത് നിന്ന് ഈ കോരിച്ചൊരിയല് നിലച്ചത് കൊണ്ടാണ്, അതിനൊരു നിയന്ത്രണം വന്നത് കൊണ്ടാണ് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റിയിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ നിസ്സഹായാവസ്ഥയില് നമ്മള് ഏതെങ്കിലും ഹതഭാഗ്യരെ എവിടെയെങ്കിലുമൊക്കെ തങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ രക്ഷിക്കാം എന്നുള്ള തലത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മള് ഒരു അഹങ്കാരം കാണിക്കാൻ മാത്രോ ഔദ്ധത്യം കാണിക്കാൻ മാത്രമുള്ള യാതൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. ആകാശത്തുനിന്ന് മഴ കോരിച്ചൊരിയുന്നതിന് പ്രപഞ്ചനാഥൻ ഒരു നടപടി എടുത്തത് കൊണ്ട് മാത്രമാണ് പ്രളയം നിയന്ത്രണ വിധേയമായതും നമുക്കൊക്കെ വല്ലതുമൊക്കെ പുറത്തിറങ്ങിയിട്ട് ചെയ്യാൻ പറ്റിയതും ഒക്കെ തന്നെ. ഈ വസ്തുത മനസ്സിലാക്കാതെ പ്രളയത്തെ നേരിട്ടു, കേരളം അതാക്കി ഇതാക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തൊരു പൊട്ടത്തരാണ് നമ്മൾ പറയണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ? ആ 4 ദിവസം മുമ്പ് ഉണ്ടായ മഴ പോലെ തന്നെ ഒരു 10 ദിവസം കൂടി മഴ തുടർന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ മുങ്ങി മരിച്ചു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കേരളത്തിലെ ജനവാസമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിൽ ആണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ പ്രളയക്കെടുതിയെ തടഞ്ഞു നിർത്തിയതോ കൈകാര്യം ചെയ്തതോ ഒന്നും നമ്മളല്ല. നമ്മൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ശരി തന്നെ. പക്ഷെ ഈ പ്രളയത്തിന്റെ ഭീകരത വെച്ച് നോക്കുമ്പോ ആ കാലവർഷക്കെടുതിയുടെ വ്യാപ്തിയൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റിയത് വളരെ വളരെ കുറവാണ്. അത് തന്നെ അനുകൂലമായ കാലാവസ്ഥയും സാഹചര്യവും പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചു തന്നതുകൊണ്ട് മാത്രം സാധിച്ച സംഗതിയാണ്. ഇതേപോലെ തന്നെയാണ് കോവിഡ് കാലത്തെ, അതുപോലെ പോളിയോ, വസൂരി, ഇതൊക്കെ തന്നെ. ഇതൊന്നും നമ്മളിപ്പോ പോളിയോ, വസൂരി ഇതൊന്നും തിരിച്ചു വരില്ല എന്നുള്ള സങ്കല്പത്തിലാണുള്ളത്. ഇതൊക്കെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ചില നിമിത്തങ്ങൾ മനുഷ്യർക്ക് പ്രയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനെ ഞാൻ നിഷേധിക്കുകയല്ല. ചില നിമിത്തങ്ങളൊക്കെ, അത് നിമിത്തം ഉണ്ടാവുന്നത് തന്നെ നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം ശാസ്ത്രജ്ഞന്മാർക്ക് പ്രതിരോധ കുത്തിവയ്പ്പിനെ പറ്റിയുള്ള ഒരു ഇൻറ്റ്യൂഷൻ നൽകപ്പെട്ടത് കൊണ്ടും പ്രായോഗികമായിട്ട് പല പ്രശ്നങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ട യുക്തിയും ബുദ്ധിയും ഒക്കെ നമുക്ക് തോന്നിയത് നമ്മളെ മനസ്സിൽ അത്തരം ആശയങ്ങൾ ഉണ്ടായി വന്നത് കൊണ്ടാണ്. ഇത് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളെ മനസ്സിൽ ആശയങ്ങൾ ഇട്ട് തരുന്ന ആരാണ്? നമ്മുടെ മനസ്സിലൊരു ചിന്ത രൂപപ്പെടുത്തി തരുന്നത് ആരാണ്? ഇതൊന്നും നമുക്ക് സ്വന്തം നിലക്ക് കഴിയുന്ന കാര്യമേ അല്ല. ഒരു ഉദാഹരണം പറഞ്ഞാല്, ന്യൂട്ടൺ ഒരു ആപ്പിള് തലയിൽ വീണ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാവിറ്റേഷൻ പവറിനെ കുറിച്ച് ആലോചിക്കാൻ അത് കാരണമായിരുന്നു. അതിന്റെ മുമ്പ് എത്ര ആളുകളുടെ തലയിൽ നാളികേരവും അതുപോലെ ചക്കയൊക്കെ തന്നെ വീണിട്ടുണ്ടാവും. എന്നിട്ട് ഗ്രാവിറ്റേഷൻ പവറിനെ കുറിച്ച് അവർ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതൊക്കെ
അള്ളാഹു നിശ്ചയിച്ച വിധത്തില് ഒരു നിമിത്തമായി പ്രവർത്തിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന സംഗതിയാണ്. ഈ മനുഷ്യന്റെ ഇടപെടല് എന്ന് പറയുന്നത് ഞാൻ നിസ്സാരമായിട്ട് കാണുന്നില്ല. പക്ഷെ ദൈവികമായ നടപടികളെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വളരെ ഫൂളിഷ് ആണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു നിലപാടുണ്ടാവുന്നത് എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ പ്രളയം നിയന്ത്രണ വിധേയമായത്, അതുപോലെ എപ്പിഡമിക്കുകളെ നിയന്ത്രിക്കാൻ പറ്റിയത്, കോവിഡിനെ നിയന്ത്രിക്കാൻ പറ്റി. ഇപ്പൊ തന്നെ കോവിഡിനുള്ള വാക്സിൻ സംബന്ധമായി പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിന്റെ ആ വാക്സിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ധാരാളം മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അവര് സമ്മതിച്ചുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്ന പ്രധാനമന്ത്രിയുടെ പടം അതിൽ നിന്ന് നീക്കം ചെയ്ത ഒരവസ്ഥ നിങ്ങൾ ശ്രദ്ധയിൽ കണ്ടിട്ടുണ്ടാവും. മനുഷ്യന്റെ പരിഹാരങ്ങൾ പലതും മനുഷ്യണ്ടായി കൊണ്ടുവരുമ്പോ അതിന് പല പരിമിതികളും ഉണ്ടാവും. അതൊക്കെ തന്നെ ദൈവികമായ നടപടികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊക്കെ ദൈവികമായിട്ട് അനുവദിക്കപ്പെടുന്ന സാഹചര്യം ഒരുക്കി തരുന്നത് വെച്ചുകൊണ്ട് ആ സാഹചര്യത്തിന് അകത്ത് നിന്നുകൊണ്ട് മാത്രം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ അഹന്തയില് സുമ്മും ബുക്കുമനൊമ്യും എന്ന അവസ്ഥയില് ഈ ബധിരതയിലും അന്ധതയിലും അതുപോലെ തന്നെ ഊമയാണ് എന്ന അവസ്ഥയിലൊക്കെ അങ്ങനെ കഴിഞ്ഞ കാലം തീർന്നു പോകും നമ്മളുടേത് എന്നതാണ് വസ്തുത. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് അതിനുള്ള പ്രതികരണം. മറ്റൊന്ന് എസ് കെ തന്നെ ഉന്നയിച്ചതാണ്, മഹാമാരി ദൈവസൃഷ്ടിയെങ്കിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞിനെ എന്തിനാണ് മഹാമാരി ബാധിക്കുന്നത്? ഇതൊക്കെ ദൈവത്തിന്റെ കളികളായി അവതരിപ്പിച്ച് അവന്റെ പ്രതിനിധിയായി സ്വയം അവരോധിച്ച വ്യക്തി മനുഷ്യരെ പേടിപ്പെടുത്തി മനുഷ്യരെ ഉപയോഗപ്പെടുത്തുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത് എന്നതാണ്. അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ചാണ് ചോദ്യം. മഹാമാരിയും ദുരിതവും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങള് അതിന് വില കൊടുക്കേണ്ടി വരുന്നത് എന്നതാണ്. അത് ജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സമീപനത്തിലുള്ള ഒരു ശരിയല്ലാത്ത ഒരു നിലപാടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തത്. ജീവിതം എന്ന് പറയുന്നത് അള്ളാഹ് നിശ്ചയിച്ച ഒരു ഡ്യൂറേഷനിലുള്ളതാണ് ഓരോരുത്തർക്കും. അതിന് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല, എനിക്കും സാധിക്കില്ല. ഓരോരുത്തർക്കും അള്ളാഹ് അവരെ സൃഷ്ടിക്കുമ്പോൾ തന്നെ എത്ര കാലം ജീവിക്കണം എന്നുള്ള ഒരു നിശ്ചയം അള്ളാഹുവിനുണ്ട്. എങ്ങനെ മരിക്കണം, എവിടെ വെച്ച് മരിക്കണം, എത്ര കാലം ജീവിക്കണം എന്നതൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൂടെ അവൻ ഉദ്ദേശിച്ച നടപടി അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കുന്നതോടുകൂടി അത് അവസാനിക്കും. കാരണം ഈ ജീവിതമല്ല യഥാർത്ഥത്തില് എന്നെന്നും നിലനിൽക്കേണ്ട ജീവിതം. ഒരാള് 60 കൊല്ലം ജീവിക്കുന്നോ 6 കൊല്ലം ജീവിക്കുന്നോ എന്നത് എത്രത്തോളം വ്യത്യാസമുള്ളതാണ് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക അനന്തമായ ജീവിതത്തിലേക്ക് അത് ഏത് വിധത്തിൽ മുതൽക്കൂട്ടാവുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഒരാൾ കുറഞ്ഞ കാലേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ അയാൾക്ക് അള്ളാഹുവിന്റെ റിള നേടാൻ സാധിച്ചു. അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് അയാള് ആ കുറഞ്ഞ ആയുഷ്കാലം കൊണ്ട് തന്നെ ഒരുപാട് നന്മകൾ ചെയ്ത് അയാളങ്ങ് മരിച്ചുപോയി. അയാള് ജീവിതത്തിന്റെ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു. ഒരാള് 100-120 വർഷങ്ങൾ ജീവിച്ചു, എന്നിട്ട് അള്ളാഹിനെ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സകലർക്കും വലിയ ദ്രോഹം ഉണ്ടാക്കുകയും സമൂഹത്തിൽ വലിയ ദുരന്തം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അയാൾ ഉണ്ടാകുക എന്ന് വെക്കുക. വലിയ അഹങ്കാരവും ധിക്കാരവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് അയാള് ആയുഷ്കാലം കഴിച്ചു കൂട്ടിയത് എന്നും സങ്കല്പിക്കുക. ഏതാണ് ഭാഗ്യം, ഏതാണ് ദൗർഭാഗ്യം എന്നത് ഞാൻ പറയേണ്ടതുണ്ടോ? വളരെ കുറഞ്ഞ കാലം ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് മടങ്ങാൻ ഒരാൾക്ക് സാധിച്ചുവെങ്കിൽ ഒരു 100-150 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ ജീവിച്ച് എന്നിട്ട് ദൗർഭാഗ്യവാനായിട്ട് മടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയുള്ള ആളുമായിട്ട് തട്ടിച്ചു നോക്കുക. അപ്പൊ ഇത് ജീവിതം എന്താണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹു ഈ കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. മരണം അനിവാര്യമാണ്. ജനിച്ച് ഏതൊരാളും മരിക്കും. അത് അള്ളാന്റെ നിശ്ചയമാണ്. ഓരോരുത്തരും എത്ര കാലം ജീവിക്കും എന്നതും അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. ഏത് വിധത്തില് എവിടെ ജനിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എവിടെ മരിക്കുന്നു എന്നതൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലാകെ നമുക്കൊരു ഇടപെടലിന് സാധ്യതയുള്ളത് അത് എങ്ങനെ ജീവിക്കുന്നു എന്നത്, എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കുന്നു എന്നതൊക്കെയായിട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചില വിഷയങ്ങൾ മാത്രമാണ്.
ബാക്കിയുള്ളത് ഒരാള് ദീർഘകാലം ജീവിച്ചു എന്നത് സൗഭാഗ്യമോ, വളരെ കുറച്ചു കാലം മാത്രമേ ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നത് ദൗർഭാഗ്യമോ ആയിട്ടല്ല ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് ജീവിതം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, വിശേഷിച്ച് ഖുർആൻ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് താനെ നീങ്ങി പോകുന്ന ഒരു വിഷയമാണിത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇങ്ങനെ പലതും പറഞ്ഞ് പേടിപ്പിച്ച് ജനങ്ങളെ കയ്യിലെടുത്ത് സ്വാധീനത്തിൽ കൊണ്ടുവന്ന് ഒരാള് വലിയ നേതാവായി, ആളായി, ചരിത്രത്തിന്റെ തന്നെ നായകനായി ഒക്കെ മാറി എന്നതാണ് നിങ്ങൾ ആക്ഷേപമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉന്നയിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 63 വർഷം ജീവിച്ച ഒരാളുടെ 40 വയസ്സ് വരെയുള്ള ജീവിതം നമ്മളെ പരിഗണനയിലില്ല. 23 വർഷം ജീവിച്ച കാലഘട്ടമാണ് നമ്മുടെ പരിഗണനയിലുള്ളത്. ഈ 23 വർഷക്കാലം ഏറ്റവും ഏറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടും, പ്രയാസങ്ങൾ, വിഭവശൂന്യത, ബഹിഷ്കരണം, അതുപോലെ ഉപരോധം, യുദ്ധങ്ങള്, ഏറ്റുമുട്ടലുകള്, ശത്രുക്കളുടെ പകപോക്കാനുള്ള ഉള്ള പ്രവർത്തനങ്ങള്, അതിനെ നേരിടേണ്ടി വരുന്ന സന്നിഗ്ധാവസ്ഥകള്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കഴിഞ്ഞ ഒരാളുടെ ആ പ്രതിസന്ധികളുടെയും സങ്കീർണതകളുടെയും ഒക്കെ 23 വർഷം ഉണ്ടല്ലോ. ആ 23 വർഷം അങ്ങനെയൊക്കെ ജീവിച്ചതാണ് വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വലിയ നേട്ടമായിട്ട് ഒരാള് അസത്യം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിതരാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരാള് ജനങ്ങളെ വശത്താക്കി, കൂടെ കൂട്ടി, അനുയായികളാക്കി, നേതാവായി, എന്നിട്ട് അയാൾ എന്ത് നേടി? ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾക്ക് എന്താ കിട്ടിയത്? മരിച്ചുപോയ ആളുകൾ ഇപ്പോഴും അവരുടെ എന്തെങ്കിലും നേട്ടങ്ങള് അവരുടെ ഭൂമുഖത്ത് അവര് ചെയ്തു വെച്ചതിന്റെ എന്തെങ്കിലും ഗുണം അവർക്ക് അവരുടെ മരിച്ച അവസ്ഥയിൽ അവരതിന്റെ ഫലം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ലെങ്കിൽ അയാൾ പ്രശസ്തനായി, അല്ലെങ്കിൽ അറിയപ്പെട്ടു, എന്നിട്ട് ഇപ്പൊ ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെ അവരുടെ കാലത്ത് വലിയ ആളുകളായിരുന്നു എന്നതിന്റെ പേരിൽ കണ്ണ് ചിമ്മിയതിനു ശേഷം അവർക്ക് എന്ത് നേട്ടാണുള്ളത്? ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? അപ്പൊ നിങ്ങളുടെ വീക്ഷണം അനുസരിച്ച് നിങ്ങളൊരു പൊസിഷനിൽ നിൽക്കുമ്പോഴേ നമുക്ക് അതിനൊരു പ്രതികരണം ശരിയായ വിധത്തിൽ നൽകാൻ കഴിയുള്ളൂ. നിങ്ങൾക്കൊരു പെഡസ്റ്റൽ ഇല്ല, നിങ്ങൾക്ക് ഒരു പ്രതലമില്ല. ഒരു പ്രതലത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിലപാടുകൾ നമുക്ക് വ്യക്താക്കാൻ കഴിയലും നിങ്ങളുടെ തന്നെ ചിന്താപരമായ അബദ്ധങ്ങളെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കലും. നിങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണെന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ആളുകളെ കൂടെ കൂട്ടിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം അങ്ങേയറ്റത്തെ പ്രയാസം നിറഞ്ഞൊരു ജീവിതം നേടി, അല്ലെ? അതാണല്ലോ ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. അതിനു വേണ്ടിയായിരുന്നു എന്ന് എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആളുകളെ കൂടെ കൂട്ടി പാട്ടിലാക്കി, എന്നിട്ട് സാധാരണഗതിയിൽ ആളുകൾ അങ്ങനെ കൂടെ കൂട്ടുന്ന അധികാരം ഉപയോഗിക്കാനും, വലിയ അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കാനും, അല്ലെങ്കിൽ സമ്പത്തിന്റെ വലിയ സമ്പത്ത് വാരി കൂട്ടിയിട്ടും അതിന്റെയൊക്കെ വലിയ ആളായിട്ട് നടക്കാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ യാതൊന്നും ചെയ്തതായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ എന്താണ് ഈ ആളുകളെ കൂടെ കിട്ടി എന്നതിന്റെ പ്രയോജനം? അത് പ്രയോജനകരമാവുന്നത് ഒരേ ഒരു കാര്യം തിരിച്ചറിയുമ്പോഴാണ്. ഈ മനുഷ്യരെ സത്യമാർഗത്തിലേക്ക് നയിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ ദൂതൻ എന്ന് തിരിച്ചറിയുമ്പോൾ മഹാനായ ആ പ്രവാചകൻ നിർവഹിച്ച ഓരോ കാര്യവും ഫലദായകമായ സംഗതിയായിരുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ എന്ത് നേട്ടമുണ്ടാക്കി? ഒരു ഗുണം ഉണ്ടായിട്ടില്ലല്ലോ ആ പ്രയത്നം കൊണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല, യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.